ഇപ്പോൾ സുഭാഷ് ബാബു പറഞ്ഞു നിർത്തിയത് സ്ത്രീകളെയും കുട്ടികളെയും പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നു എന്നതാണ്. ആലപ്പുഴയിൽ ഈ കുറുവ സംഘം ആണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ അവരുടെ മോഷണത്തിനിരയായ ഇന്ദു കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഇന്ദു, ഈ പ്രധാനമായും ഈ കുറുവ സംഘം സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. താങ്കൾ അതിന്റെ ഒരു ഇരയാണ്. മാല മോഷണം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിൽ ഏത് ഭാഗത്താണ് താങ്കൾ ഉള്ളത്? എങ്ങനെയാണ് ആ ഭീതിതമായ അനുഭവം ഓർത്തെടുക്കുന്നത്? ആലപ്പുഴയിലെ കോമളപുരം എന്ന സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ മണ്ണഞ്ചേരി പഞ്ചായത്തില് 11-ാം വാർഡില്. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എന്റെ പെടലി സൈഡിലായിട്ട് ഒരു ഒച്ച കേട്ടു, ടിക്കെന്ന് പറഞ്ഞൊരു ഒച്ച കേട്ടു. അന്നേരം അതിന് ശേഷമാണ് ഞാനത് സ്വപ്നത്തിലാണെന്നാണ് കരുതിയിരുന്നത്. അത് കഴിഞ്ഞാണ് എന്റെ ദേഹത്തൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നി. ആ ഇഴച്ചിൽ എനിക്ക് എന്തോ ആണെന്നോ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ഒരു രൂപം നിൽക്കുന്നതാണ്. ഞാൻ കൂവിയിട്ട് എനിക്ക് ഒച്ച വരുന്നില്ല. ഇപ്പോഴും ഭീതിയാണ്. മുറിയിലോട്ട് കയറിയിട്ട് ഇപ്പോഴും ഭീതിയാണ്. ആളെ കണ്ടാലും വ്യക്തമല്ല. റൂമിൽ വെട്ടമില്ലായിരുന്നു ഞങ്ങൾക്ക്. ഈ കുറുവ സംഘം മുഖം മറച്ചൊക്കെയാണ് എത്തുന്നത്. പുറത്ത് കരിയും എണ്ണയും ഒക്കെ തേച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് സമാനമായിരുന്നോ താങ്കൾ കണ്ട രൂപം? വ്യക്തമല്ല. ഒരു ആൾ രൂപം നിൽക്കുന്നതാണ് കാണുന്നത്. നമുക്ക് റൂമിൽ വെട്ടമില്ലായിരുന്നു. നമുക്ക് വെളിയിലെ വെട്ട അകത്തോട്ട് വരുന്നത് ചെറിയ രീതിയിലുള്ള വെട്ടമേ ഉള്ളൂ. എന്നാലും എന്റെ ശക്തി എടുത്ത് കൂവിയിട്ടൊന്നും ഒച്ച വരുന്നില്ല. എന്റെ വെപ്രാളം കണ്ടുകൊണ്ടാണ് ഹസ്ബൻഡ് അനക്കം കേട്ടോണ്ടാണ് ചാടി എഴുന്നേറ്റ് പുള്ളിയും പുറകെ ചെന്നപ്പോ ആള് വെളിയിൽ ചാടിപ്പോയി. ഇന്ദുവും ഭർത്താവും ഉള്ള മുറിയിലാണ്. ഭർത്താവ് കൊണ്ട് മോള് താഴെ കിടപ്പുണ്ട്. മോളെ വലിച്ച് ഒരു സൈഡിൽ കിടത്തിയിരിക്കുവായിരുന്നു. ബെഡ് ഉൾപ്പെടെ അവള് ഭിത്തിയുടെ സൈഡിലോട്ട് മാറി കിടക്കുമായിരുന്നു വന്ന് നോക്കുമ്പോ. ഈ റൂം പൂട്ടിയിരുന്ന റൂമാണോ? റൂം ഞങ്ങള് ബെഡ്റൂം പൂട്ടിയില്ല, അടച്ചിട്ടേ ഉള്ളായിരുന്നു. എന്നാലും വർക്ക് ഏരിയയുടെ ഗ്രില്ല് തകർത്ത്, അത് കഴിഞ്ഞ് അടുക്കളയുടെ വാതിലും തകർത്താണ് അകത്ത് കടന്നിരിക്കുന്നത്. ഞങ്ങള് ഫാനും ഇട്ടിരുന്നു. മഴയും പെയ്തിരുന്നതുകൊണ്ട് അറിഞ്ഞില്ല. ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു പോയി. എങ്ങനെയോ ഉണർന്ന അന്നേരമാണ് എനിക്ക് ഈ ശബ്ദം കേട്ടത്. ഇന്ദു, ഇവർ അടച്ചുറപ്പില്ലാത്ത വീടുകൾ ആണ് കേന്ദ്രീകരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞു. നിങ്ങളുടെ വീട് എങ്ങനെയാണ്? കോൺക്രീറ്റ് വീടാണോ? ഈ വർക്ക് ഏരിയയിൽ നിന്ന് ഓടും ഷീറ്റുള്ള വീടാണ്. ഈ ബാക്കിലത്തെ കതവൊക്കെ എല്ലാ കുറ്റികളും ഇട്ട് അടച്ച് ഭദ്രമാക്കിയിരുന്നു. എല്ലാ കുറ്റികളും ഇട്ട് അടച്ചിരുന്നു. അതൊക്കെ തകർത്താണ് കയറിയത്. അകത്ത് കയറിയത്. അപ്പൊ പക്ഷെ റൂമിലെത്തി മാല എടുക്കുന്നത് വരെ നിങ്ങൾ അറിഞ്ഞതേയില്ല. എന്റെ ദേഹത്തൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നി. അന്നേരമാണ് പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേക്കുമ്പോ ഒരു ആൾരൂപം എന്റെ നിൽക്കുന്നതായിട്ടാണ്. എന്നിട്ട് ഞാൻ കൂവിയിട്ട് എനിക്ക് ഒച്ച പുറത്തേക്ക് വരുന്നില്ല. ഞാൻ പേടിച്ച് കുഴഞ്ഞു പോയി. എന്റെ വെപ്രാളം കണ്ടാണ് ഹസ്ബൻഡും ചാടി എഴുന്നേറ്റ് അന്നേരം എടുത്ത് വെളിയിലോട്ട് ചാടി. അന്നേരം അവനും വെളിയിൽ പോയി. എല്ലാം നിമിഷ നേരം കൊണ്ട് സാധിച്ചു. മാല നഷ്ടപ്പെട്ടു. മാലയെ നഷ്ടപ്പെട്ടു. വേറെ എന്തെങ്കിലും മോഷ്ടിച്ചോ? വേറെ എന്റെ ഒരു പേഴ്സും അതിനകത്ത് ഒരു 700 രൂപയും ഉണ്ടായിരുന്നു. പേഴ്സിന്റെ വിവരം നമ്മൾ അന്നേരം അറിയുന്നില്ല. പിറ്റേ ദിവസം വന്നപ്പോഴാണ് മുറ്റത്ത് കിടക്കുമായിരുന്നത്. ആ റൂമിൽ തന്നെ ആയിരുന്നോ പേഴ്സ് സൂക്ഷിച്ചിരുന്നത്? അല്ല, ഇപ്പൊ അതിന്റെ ബെഡ്റൂമിന്റെ ഇപ്പുറത്തെ റൂമിലായിരുന്നു പേഴ്സ് ഇരുന്നത്. അപ്പോ മാലയും എത്ര സ്വർണത്തിന്റേതായിരുന്നു മാല? 3.5 പവന്റെ താലിമാലയായിരുന്നു. എന്ത് മാല? 3.5 പവന്റെ താലിമാലയാണ്. താലിമാല. 3.5 പവന്റെ താലിമാലയും 700 രൂപയും. മറ്റൊന്നും പോയിട്ടില്ല അല്ലേ? മറ്റൊന്നും പോയിട്ടില്ല. അപ്പോഴേക്ക് നിങ്ങൾ ഉണർന്നു. ഒരുപക്ഷെ നിങ്ങൾ ഉണർന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടേനെ. കുട്ടിയുടെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നോ? കുട്ടിയുടെ മാലയില്ലായിരുന്നു. കുട്ടിയെ പക്ഷേ കിടന്നെടുത്തു നിന്ന് മാറ്റി കിടത്തിയ നിലയിലായിരുന്നു അല്ലേ? എന്നാലേ അവന് നടന്ന് വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ കട്ടിലിനോട് ചേർന്നാണ് കുഞ്ഞ് കിടന്നുകൊണ്ടിരുന്നത്.
ഞാൻ വെപ്രാളത്തിന് ഞങ്ങള് ഇവന്റെ പുറകെ ഓടിയപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ ഇറങ്ങി വന്ന കുഞ്ഞ് എന്നെ ചവിട്ടുന്ന രീതിയാണ്. പക്ഷെ അന്നേരം ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യം ഓർമ്മ ഓടി ഒന്ന് നോക്കുമ്പോ കുഞ്ഞ് ഭിത്തിയോട് ചേർന്ന് കിടക്കുവാണ്, ബെഡ് ഉൾപ്പെടെ. നിങ്ങള് കുറച്ചു ദൂരം പിന്തുടർന്നോ? നിങ്ങൾ മാത്രമേ ഉണർന്നുള്ളൂ അതോ നാട്ടുകാരൊക്കെ ഉണർന്നോ? ഇവരെ പിന്തുടരാനായോ? ഹസ്ബൻഡ് ഉണർന്നു. ഞങ്ങള് മുറ്റത്ത് കിടന്ന് പൂവായിരുന്നു. പൂവിക്കപ്പം നാട്ടുകാരും അയൽപ്പുറത്തുകാരൊക്കെ ഓടി വന്നു. ഈ സമാനമായിട്ട് അടുത്ത് നിങ്ങളുടെ ആലപ്പുഴയിൽ പലയിടങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് മറ്റെവിടെങ്കിലും ഉണ്ടായോ അങ്ങനത്തെ സംഭവങ്ങൾ? ഉണ്ടായി. വേറൊരു വീട്ടില് പിന്നെ അവിടെ ഞങ്ങള് പോലീസിനെ വിളിക്കുമ്പോൾ പോലീസ് ആ വീട്ടിൽ നിൽക്കുവാണ്. അവരുടെ പക്ഷെ ഗോൾഡ് അല്ലായിരുന്നു, അവർക്ക് താലിയും കുളത്തും മാത്രമേ സ്വർണ്ണമുള്ളായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വീട്ടില് ഞങ്ങളുടെ നിലവിളി കേട്ട് ഓടിപ്പോരാൻ നോക്കിയപ്പോൾ അവർ വെളിയിലോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ അവരുടെ അടുക്കള വാതിൽ ഇതുപോലെ വിട്ട് കിടക്കുകയാണ്. അവിടെ അപ്പൊ മോഷണ ശ്രമം ഉണ്ടായില്ലേ? മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര നേരം പിന്തുടരാൻ പറ്റി അയാളെ? അതോ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സംഘമായിട്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ? ഒരാളെ ഞങ്ങൾ കണ്ടുള്ളൂ. ഒരുപാട് ഞങ്ങളുടെ പെരക്കകത്തുനിന്ന് മുറ്റത്ത് വന്ന് നേരെ എടുത്തുള്ളൂ, അല്ല ദൂരത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ദൂരത്തോട്ട് ഇരുട്ടായിരുന്നു. നമ്മുടെ മുറ്റത്ത് വെട്ടമുണ്ടായിരുന്നു. പെരക്കകത്ത് ചാടി വന്നപ്പോ ആൾ എവിടെയോട്ടോ പോയെന്നറിയില്ല. നമ്മളെ ആക്രമിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കടന്നു പോവുമായിരുന്നു. തുടരുക ഇന്ദു. ഇപ്പോ